കൊല്ലം കോർപ്പറേഷന്റെ വടക്കേവിള സോണൽ ഓഫീസിൽ ചെന്നപ്പോൾ കണ്ടതാണ്. അവിടെ എന്തോ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നു എന്നാണ് ആദ്യം കരുതിയത്. തിരക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. കൊല്ലം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കോർപ്പറേഷനിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണങ്ങളാണിത്. കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹോട്ടൽ പരിശോധന നടത്തുകയുണ്ടായി. വടക്കേവിള സോണലിലെ കുന്തലത്താഴം, അയത്തിൽ മേഖലകളിലാണ് പരിശോധന നടത്തിയത്. 10 സ്ഥാപനങ്ങളിൽ നമ്മൾ പരിശോധിച്ചു. അതിൽ കുന്തലത്താഴത്ത് പ്രവർത്തിക്കുന്ന സൗപർണിക ഹോട്ടൽ, അതുപോലെ തന്നെ കൊതിയൻസ് ഫാസ്റ്റ് ഫുഡ്, ലേച്ചിക് റെസ്റ്റോറന്റ്, അതുപോലെ മെഡിറ്ററിന ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് പഴകിയ ആഹാര പദാർത്ഥങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പഴകിയ ചോറ്, ന്യൂഡിൽസ്, ചിക്കൻ, അതുപോലെ തന്നെ മീൻകറി, ചപ്പാത്തി തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ സൂക്ഷിച്ചിട്ടുള്ളത് പിടിച്ചെടുത്തത്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് തന്നെ നോട്ടീസ് നൽകും. കൂടാതെ പിഴ നിശ്ചയിച്ച് നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും കൂടുതൽ പരിശോധന നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലുകളിലെ ഫ്രീസറിൽ നിന്നുമാണ് ഇതൊക്കെ കണ്ടെടുത്തത് എന്നാണ് പറഞ്ഞത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് ആരോഗ്യ വിഭാഗം ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അത് പാലിക്കാതെ അതിന് വിരുദ്ധമായിട്ടാണ് ഇവ സൂക്ഷിച്ചിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇറച്ചി പോലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ കൃത്യമായ കൂളിംഗ് ഇല്ലെങ്കിൽ അത് പോയിസൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അത് നൽകുമ്പോഴും സൂക്ഷിക്കുമ്പോഴും മനുഷ്യർ കഴിക്കുന്നതാണ് എന്ന ബോധ്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് ഹോട്ടലുകാരുടെ ഉത്തരവാദിത്തമാണ്. അത് പാലിക്കാതെ വരുമ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് നടപടിയിലേക്ക് കടക്കേണ്ടി വരുന്നത്. തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. ഇതുപോലുള്ള നടപടികൾ തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾക്ക് പഞ്ഞമില്ലെങ്കിലും അത് പലരും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ ആരോഗ്യ വിഭാഗം.